കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്ദറിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിൽ നിരവധി ആളുകളാണ് ദിനം പ്രതി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊപ്പം ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള മലയാളിയായിട്ടുള്ള മലപ്പുറം വളാഞ്ചേരി സ്വദേശി ചേരുന്നുണ്ട്. എന്റെ പേരെങ്ങനെ? എന്റെ പേര് മുഹമ്മദ് നിസാർ. പ്രതിഷേധം കണ്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ കണ്ടതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ്. എന്താണ് പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ? അതെ, ഞാൻ ഇവിടെ ഒരു 2-3 ആഴ്ചയായിട്ട് ഡൽഹി ചുറ്റുവട്ടത്തുണ്ട്, വേറെ കുറച്ച് കാര്യങ്ങളായിട്ട്. അപ്പോൾ മിനിയാന്നത്തെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ആയപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ഈ റീൽസും കാര്യങ്ങളും വരുമ്പോൾ വളരെ പരിതാപകരമായിട്ട് തോന്നി. നമുക്കത് ഭയങ്കര വിഷമുണ്ടാക്കി. അപ്പോൾ തന്നെ ഇന്നലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അറിയാമല്ലോ, 16 മെട്രോ സ്റ്റേഷനുകൾ, ഞാൻ മെട്രോ സ്റ്റേഷനാണ് ഡൽഹിയിൽ വന്ന് ഉപയോഗിക്കുന്നത്, സ്റ്റേഷനുകളെല്ലാം അടച്ച് വരാനുള്ള വഴിയില്ല. പക്ഷേ അത് ഇന്നലെ ക്യാൻസലാക്കി. പക്ഷേ വീണ്ടും ഇന്ന് അത് വരണം. ഏതായാലും നാളെ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വന്നിട്ടത് ഇവിടെ ഇതിൻ്റെ ഒരു ഭാഗമാവണം. നമ്മുടെ സൈഡിൽ നിന്നല്ല, കേരളത്തിൽ നിന്നുള്ള ഒരുപാട് നേതാക്കന്മാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഇതിലൊരു ഭാഗമാവുക എന്ന ഉദ്ദേശത്തിൽ ഗൂഗിളിൽ നോക്കി ഇതിൻ്റെ അടുത്ത സ്റ്റേഷനിൽ പോയി അവിടെ ഇറങ്ങി അവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് എല്ലാം കണ്ടതിനകത്തെല്ലാം കയറി അവർക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ നടത്തുന്ന പാർട്ടി ഇത് ഒരു പാർട്ടിപരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ എല്ലാവിധ പാർട്ടികളുടെ യങ്സ്റ്റേഴ്സും കാണുന്നുണ്ട്. അതിനുള്ള അവരുടെ മീഡിയയും അവരുടെ ഈ ലോക്കൽ കേരളത്തിൽ നിന്നുള്ള ആദ്യമായിട്ടാണ് ഞാൻ റിപ്പോർട്ടർ ചാനലിനെ ഇവിടെ കാണുന്നത്. കേരളത്തിൽ നിന്നുള്ള ഞാൻ നോക്കി ഒരുപാട് കാണില്ല. അത് വളരെ സന്തോഷമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ പല വിഷയങ്ങളിൽ സമരം നടക്കാറുണ്ടല്ലോ. പക്ഷെ ഇത്ര വലിയൊരു സമരം, അത് രാജ്യത്തിന് തന്നെ ഒരു ആവശ്യമായിട്ടുള്ള സമരമായിട്ടൊക്കെ തോന്നി അവിടെ ഒന്ന് നേരിട്ട് കണ്ടു. പിന്നെ അത് ശരി. ഞാൻ എല്ലാവരും പറയും പോലെ ഒരു ബംഗ്ലാദേശ്, ഒരു ശ്രീലങ്ക, ഇത് ഇന്ത്യയിൽ നടക്കുമ്പോൾ ആ രീതിയിൽ ആവുന്നുമോ എന്ന് വരെ ചിന്തിച്ചു പോകുന്നു. എന്തായാലും തീർച്ചയായും വേണ്ട സമരമാണ്. ഇന്ന് ആ ഒരു അറ്റാക്ക്, ഇന്ന് മിനിഞ്ഞാന്നത്തെ ആ ഒരു പോലീസ് നടപടി തികച്ചും നമുക്ക് അപലപനീയമാണ്. അത് നിന്ന് പോയെന്നുള്ള പേടിച്ചു. പക്ഷേ പൂർവാധികം ശക്തികളുടെ നമ്മൾ മെട്രോയിൽ വരുമ്പോഴും ഓട്ടോയിൽ വരുമ്പോഴും നമ്മളെ ഇങ്ങോട്ട് ആനയിക്കാണ് ആൾക്കാർ. ഇങ്ങോട്ട് പ്രൊട്ടസ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ അവർ അവിടുന്ന് ഫുഡ്, വെള്ളം എല്ലാം തന്നിട്ട് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. തീർച്ചയായും ഇത് മുന്നോട്ട് പോകണം. ഇതിനൊരു വിജയം കാണും തന്നെയാണ് പ്രതീക്ഷയുള്ളത്. വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടല്ലോ. ആ പിന്തുണയിൽ നൽകുന്ന ഒരു പ്രതിനിധി കൂടിയായിട്ട് മാറി ഇവിടെ നേരിട്ട്. അതെ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കരുതാം. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ കണ്ടതിലും സംസാരിക്കാൻ പറ്റിയതിലും. നിരവധി മലയാളികൾ ജന്തർ മന്ദറിലേക്ക് ഓരോ നിമിഷവും എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു മലയാളിയായിട്ടുള്ള വളാഞ്ചേരി സ്വദേശിയാണ് നമ്മളോട് സംസാരിച്ചത്. ഈ പ്രതിഷേധം ഇത് നാടിനാവശ്യമാണ്, അത് മുന്നോട്ട് പോകണം, പരിഹാരം കാണുന്നതുവരെ പ്രതിഷേധം തുടരണം, പൂർണ്ണമായിട്ടുള്ള ഐക്യദാർഢ്യം അദ്ദേഹം പ്രഖ്യാപിക്കുന്നുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂബൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, റിപ്പോർട്ടർ ജന്തർ മന്ദർ.